നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്ലോകം 6. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത് കരകളിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദസ്ത്വാം സമതനോത് ഗളന്മായേ മായ ത്വയി കില ജഗന്മോഹനകരീ. ഇതിൻ്റെ സാരാംശം ഒന്ന് നോക്കാം. പിന്നീട് കാലൻ്റെ കോപാഗ്നി പോലെ അഥവാ പ്രളയകാലത്തെ കാലാഗ്നി പോലെ ജ്വലിച്ചു പൊങ്ങിയ മനസ്സോടുകൂടിയ ഹിരണ്യാക്ഷൻ ശൂലം ഭഗവാന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന സുദർശന ചക്രം കൊണ്ട് അത് മുറിച്ചു കളഞ്ഞു. പിന്നീട് മുഷ്ടി കൊണ്ട് ഭഗവാനെ പ്രഹരിച്ചിട്ട് അയാൾ മായാമുക്തനായ ഭഗവാന്റെ നേരെ പലവിധ മായാശക്തികൾ പ്രയോഗിച്ചു. ശ്ലോകം 7. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തതോ മായാചക്രേ വിദതഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീ. അതിൻ്റെ സാരാംശം ഒന്ന് നോക്കാം. ഹിരണ്യാക്ഷൻ്റെ മായാജാലങ്ങളെല്ലാം ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്നൊഴുകിയ മഹസിൻ്റെ കണത്തിൻ്റെ അംശമേറ്റു മാറി. തന്നിമിത്തം കടുത്ത കോപത്തിനു വിധേയമായ മനസ്സ് അന്ധമായി തീർന്നതിനാൽ കനത്ത മുഷ്ടി പ്രഹരങ്ങൾ അയാൾ ഭഗവാനിൽ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള അസുരൻ്റെ ചെവിച്ചുവട്ടിൽ കാലിലെ പെരുവിരൽ കൊണ്ട് ഭഗവാൻ ഒരടി കൊടുത്തു. ശ്ലോകം 8. മഹാകായസോയം തവ കരസരോജപ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അവദർഷിഭിഗ്ലാഘിതഹതി തഥാ താമുദ്ധാമ പ്രമദഭരവിദ്യോതിഹൃദയാഃ മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നദ്വരതനും. അതിൻ്റെ സാരാംശം ഒന്ന് നോക്കാം. അപ്രകാരം മായ പ്രയോഗിച്ച് ആ മഹാകായനായ ഹിരണ്യാക്ഷൻ അങ്ങയുടെ പാദാഘാതമേറ്റു മുഖത്തു നിന്നും രക്തം ഒലിപ്പിച്ച് താഴെ പതിച്ചു. അപ്പോൾ അത്യാഹ്ലാദവും അത്യന്ത തേജപ്രസരവും കൊണ്ട് അന്തരംഗം അനുഭൂതിയിൽ മുങ്ങിയ മുനിശ്രേഷ്ഠന്മാർ യഥാർത്ഥ പൂർണ്ണങ്ങളായ മനോഹരങ്ങളും ദിവ്യങ്ങളുമായ സ്തവങ്ങൾ കൊണ്ടു യജ്ഞശരീരനായ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ശ്ലോകം 9. ത്വയി ചന്ദോരോമസ്സുഭികുശഗണചക്ഷുഷി ഹൃതം ചതുർഹോദാരോഘ്രൗ സൃഗപിവദനേ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശപ്യുപസദഃ. സാരാംശം ഒന്ന് നോക്കാം. അല്ലയോ അഭീഷ്ടദാതാവും സർവശക്തനും പരബ്രഹ്മവുമായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ ത്വക്കിൽ ഛന്ദസ്സും രോമങ്ങളിൽ കുശപ്പുല്ലുകളും കണ്ണിൽ നെയ്യും കാലുകളിൽ 4 ഋത്തുക്കുകളും മുഖത്തിൽ സൃക്കും ജുഹുവും വയറ്റിൽ ഹോമദ്രവ്യ പാത്രവും നാവിൽ സോമരസപാത്രവും ചെവിയിൽ ഹോമശേഷപാത്രവും അങ്ങനെയാണുള്ളത്. സോമരസം അവിടുത്തെ രേതസ്സാണ്. കഴുത്ത് ഇഷ്ടികകളാണ്. ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായി ഒരു വിരാട് പുരുഷന്റെ വടിവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. ശ്ലോകം 10.
മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം നമുക്ക്. അല്ലയോ മധുരിപുവായ ഗുരുവായൂരപ്പ, ഇപ്രകാരം സ്തോത്രങ്ങൾ പാടിയ മുനിശ്രേഷ്ഠരാൽ സന്തുഷ്ടചിത്തനായി തീർന്നവനും മഹത്തും ദിവ്യവുമായ രൂപം കൊണ്ടും പരിശുദ്ധമായ കീർത്തി കൊണ്ടും ശോഭിക്കുന്നവനും സ്വന്തം ആലയമായ വൈകുണ്ഠത്തെ പ്രാപിച്ചവനും ആനന്ദരസത്തിൽ മുഴുകിയവനുമായ ഭഗവാനെ, എന്റെ എല്ലാ രോഗങ്ങളും നീക്കി അനുഗ്രഹിക്കണമേ. ഹരി ഓം.